വെൽക്കം ബാക്ക് ടു PB പാർട്ട്നേഴ്സ് പാഠശാല. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഗ്യാരണ്ടീഡ് റിട്ടേൺ വേണമെങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്ലാൻസിൽ ഏതാണ് മികച്ചതെന്ന്. എങ്കിൽ വരൂ, ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാം. ഫിക്സഡ് ഡിപ്പോസിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ പലിശ നിരക്ക് ഓരോ 10 വർഷത്തിലും ഏകദേശം 3% കുറയുകയാണ്. നിലവിൽ FDയുടെ റിട്ടേൺ 5.4%. 1989 അത് 14%. ഇന്നത്തെ കാലത്ത് കസ്റ്റമർ ആഗ്രഹിക്കുന്നത് ലംസമിന് പകരം അടുത്ത 5 വർഷത്തേക്ക് മന്ത്ലി ഇൻസ്റ്റാൾമെന്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നും അതിന്റെ പലിശ നിരക്ക് സെയിം ആയിരിക്കണമെന്നുമാണ്. ആസ് പെർ ഹിസ്റ്റോറിക്കൽ സ്റ്റാറ്റ്സ്, ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ കാര്യത്തിൽ ഏതെങ്കിലും കസ്റ്റമർ എല്ലാ വർഷവും ഇൻവെസ്റ്റ് ചെയ്താൽ ഒരേ പലിശ നിരക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി സംസാരിക്കാം രണ്ടാമത്തെ ഓപ്ഷനെ കുറിച്ച്, നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്ലാനും അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ്സിനെയും കുറിച്ച്. ഒന്നാമത്തെ പ്രയോജനം, നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്ലാൻ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെയും ഇൻഷുറൻസിന്റെയും കോമ്പിനേഷനാണ്. ഇത് നിങ്ങൾക്ക് ഒരേ പലിശ നിരക്കിൽ മന്ത്ലി ഇൻസ്റ്റാൾമെന്റിന്റെ അവസരം നൽകുന്നു. രണ്ടാമത്തെ പ്രയോജനം, പോളിസി കാലയളവിൽ നിങ്ങളുടെ പലിശ നിരക്ക് ഏതൊരവസ്ഥയിലും മാറുകയില്ല. മൂന്നാമത്തെ പ്രയോജനം, പോളിസിയുടെ ആദ്യ ദിവസം തന്നെ അറിയാം നമ്മുടെ ഗ്യാരണ്ടീഡ് മെച്യൂരിറ്റി വാല്യൂ എത്രയാണെന്ന്. കൂടാതെ നിങ്ങൾക്ക് ഇൻബിൽഡ് ലൈഫ് കവറും അറിയാനൊക്കും. നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്ലാനിൽ ഇൻവെസ്റ്റ് ചെയ്തത് കൂടുതൽ പ്രയോജനകരമായേക്കാം. അഥവാ നമ്മൾ ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ: 1. ഗ്യാരണ്ടീഡ് റിട്ടേൺസ്. ഏത് പ്ലാനിലാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് നമുക്ക് ഗ്യാരണ്ടീഡ് പലിശ നിരക്ക് നൽകുന്നുണ്ടോ? 2. നോ റീഇൻവെസ്റ്റ്മെന്റ് റിസ്ക്. ഏത് ഇൻസ്ട്രുമെന്റിന് കീഴിലാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് നമുക്ക് എല്ലാ വർഷത്തെയും ഇൻവെസ്റ്റ്മെന്റിന്മേൽ ഒരേ പലിശ നിരക്ക് നൽകുന്നുണ്ടോ? 3. ഡിസിപ്ലിൻ. ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ് ഉണ്ടോ നമ്മളെ നിരന്തരം സേവിംഗ് ചെയ്യുന്ന ശീലത്തെ സഹായിക്കുന്നത്, അങ്ങനെ നമുക്ക് നമ്മുടെ ഭാവി ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റുന്നത്? 4. ടാക്സ് ഫ്രീ മെച്യൂരിറ്റി. ഇൻവെസ്റ്റ്മെന്റിന്റെ മെച്യൂരിറ്റി നമുക്ക് ലഭിക്കുമ്പോൾ അത് ടാക്സ് ഫ്രീ ആണോ അല്ലയോ? കാരണം FDന് കീഴിൽ എന്ത് ഇൻവെസ്റ്റ് ചെയ്താലും അതിന്റെ മെച്യൂരിറ്റിയിൽ പലിശ 40,000-ൽ കൂടുതലാണെങ്കിൽ നിങ്ങളുടെ ഇൻകം ടാക്സ് സ്ലാബ് പ്രകാരം മെച്യൂരിറ്റി ടാക്സബിൾ ആയിരിക്കും. എന്നാൽ നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്ലാനിന് കീഴിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് പ്രതിവർഷം 5 ലക്ഷം വരെയാണെങ്കിൽ മെച്യൂരിറ്റി ടാക്സ് ഫ്രീ ആയിരിക്കും. 5. പ്രൊട്ടക്ഷൻ ഓഫ് മണി ആൻഡ് ലൈഫ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം എത്രയായാലും അത് പൂർണ്ണമായും സേഫും സെക്യൂറും ആണോ? മാത്രമല്ല അതിനോടൊപ്പം നമുക്ക് ലൈഫ് കവർ ലഭിക്കുന്നുണ്ടോ? കാരണം ഫിക്സഡ് ഡിപ്പോസിറ്റിന്റെ കാര്യത്തിൽ ബാങ്ക് കേവലം 5 ലക്ഷം വരെയുള്ള ഡിപ്പോസിറ്റിനാണ് പ്രൊട്ടക്ഷൻ നൽകുന്നത്. എന്നാൽ നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്ലാനിൽ ഏത് തുകയുടെയും ഇൻവെസ്റ്റ്മെന്റും മെച്യൂരിറ്റിയും 100% സേഫും സെക്യൂറുമാണ്. മാത്രമല്ല നിങ്ങളുടെ ലൈഫും കവർ ചെയ്യുന്നു. വരൂ, ഫിക്സഡ് ഡിപ്പോസിറ്റും നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്ലാനും തമ്മിലുള്ള വ്യത്യാസം ഒരു എക്സാമ്പിൾ വഴി മനസ്സിലാക്കാം. സാഹിൽ എന്ന് പേരായ 30 വയസ്സുള്ള ഒരു കസ്റ്റമർ അടുത്ത 5 വർഷത്തേക്ക് തുടർച്ചയായി 1 ലക്ഷം രൂപ FDയിലും ഒപ്പം തന്നെ നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്ലാനിലും നിക്ഷേപിക്കാൻ തീരുമാനിക്കുന്നു. ഇനി നോക്കാം 2 പ്ലാനിലും 10ാം വർഷം അവസാനം അതിന്റെ മെച്യൂരിറ്റി വാല്യൂ എത്രയാണെന്ന്. ഈ എക്സാമ്പിളിൽ നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്ലാൻ നൽകുന്നത് 7.5%-ഉം ഫിക്സഡ് ഡിപ്പോസിറ്റ് 6.5%-ഉം റിട്ടേൺ ആണ്. ഇപ്പോൾ രണ്ടിന്റെയും മെച്യൂരിറ്റിയിൽ ടാക്സ് കാൽക്കുലേഷൻ നോക്കാം. നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്ലാനിന്റെ പ്രീമിയം പ്രതിവർഷം 5 ലക്ഷത്തിൽ കുറവാണ്. അതിന്റെ മെച്യൂരിറ്റി മൊത്തം ടാക്സ് ഫ്രീ ആയിരിക്കും. എന്നുവെച്ചാൽ 7.5%-ന്റെ റിട്ടേൺ ടാക്സ് ഫ്രീ ലഭിക്കും. എന്നാൽ FDയുടെ മെച്യൂരിറ്റിയിൽ നേടുന്ന പലിശയിന്മേൽ ഇൻകം ടാക്സ് സ്ലാബ് അനുസരിച്ച് ടാക്സ് നൽകേണ്ടി വരും. അതായത് 30% ടാക്സ് സ്ലാബിൽ കസ്റ്റമർക്ക് കാണിച്ചിരിക്കുന്ന 6.5%-ന് പകരം വെറും 4.55%-ന്റെ ഫൈനൽ റിട്ടേൺ ആണ് ലഭിക്കുക. ഇതിനു പുറമെ നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്ലാനിൽ ആദ്യ ദിവസം മുതൽ ഇൻഷുറൻസ് കവർ ലഭിക്കുന്നു. എന്നാൽ അത് FDയിൽ ലഭിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കാണാനാകും നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്ലാൻ എത്ര ബെനിഫിഷ്യൽ ആണ് ഒരു കസ്റ്റമർക്ക് ടാക്സ് ഫ്രീ ഗ്യാരണ്ടീഡ് റിട്ടേണിനോടൊപ്പം ലൈഫ് കവർ നൽകുന്നതിൽ എന്ന്. അപ്പോൾ എന്തിനു കാത്തിരിക്കണം? ഇന്നു തന്നെ കസ്റ്റമറെ റീച്ച് ഔട്ട് ചെയ്ത് ഏറ്റവും മികച്ച നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്ലാൻ തിരഞ്ഞെടുക്കുവാൻ അവരെ സഹായിക്കൂ. നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്ലാനുകളെ കുറിച്ച് കൂടുതൽ അറിയുവാനായി സബ്സ്ക്രൈബ് ചെയ്യൂ PB പാർട്ട്നേഴ്സ് പാഠശാല.